ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തിയത് ഈ വിഷയത്തെ സംബന്ധിച്ചാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത്, ഇതര പുസ്തകങ്ങളിൽ വായിച്ചത് എല്ലാം ക്രോഡീകരിച്ച് ഒരു അഭിപ്രായം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇസ്രായേലിലെ 9ാമത്തെ ന്യായാധിപനാണ് ഇബ്താഹ്. പേരിൻ്റെ അർത്ഥം അവൻ തുറക്കും എന്നാണ്. ഇബ്താഹിനെക്കുറിച്ചുള്ള വിവരണം കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 11-12 അധ്യായങ്ങളിലാണ്. ഇബ്താഹ് അമോര്യരുമായി യുദ്ധത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പ് ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. അമോര്യരെ എൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അമോര്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 11-30-31 വാക്യങ്ങൾ. ഇങ്ങനെ ഇബ്താഹ് അമോര്യരോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തൻ്റെ ഏകമകൾ തന്നെ എതിരേറ്റ് ചെന്നു. തുടർന്ന് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഇബ്താഹ് നേർന്നതുപോലെ തന്നെ തൻ്റെ മകളോട് ചെയ്തു എന്ന് ന്യായാധിപന്മാർ 11-39 നമ്മൾ വായിക്കുന്നു. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചോ? ഇതിനെ സംബന്ധിച്ച് രണ്ട് വിധ അഭിപ്രായങ്ങളാണ് പ്രധാനമായി വേദപഠിതാക്കളുടെ ഇടയിൽ ഉള്ളത്. 1. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചു. 2. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല. അതിൽ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവർ നിരത്തുന്ന തെളിവുകൾ. 1. ന്യായാധിപന്മാർ 11-31 യുദ്ധം ജയിച്ച് സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗം അർപ്പിക്കുമെന്ന് ഇബ്താഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2. ന്യായാധിപന്മാർ 11-35 ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ഇബ്താഹ് വീണ്ടും പറയുന്നു. 3. ന്യായാധിപന്മാർ 11-36 ഇബ്താഹിൻ്റെ മകൾ ഇബ്താഹിനോട് നിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. 4. ന്യായാധിപന്മാർ 11-39 ഇബ്താഹ് നേർച്ച പോലെ അവളോട് ചെയ്തു എന്ന് വായിക്കുന്നു. 5. ആ കാലഘട്ടത്തിലെ കനാന്യർക്കിടയിൽ മനുഷ്യരെ ബലി നൽകുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ ഇബ്താഹും പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 5 തെളിവുകൾ കൊണ്ട് ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചു എന്നാണ് ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല. അതിനുള്ള നിരവധി തെളിവുകളാണ് ഇനി അങ്ങോട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. തെളിവുകൾ പറയുന്നു, ശ്രദ്ധിച്ചാലും. 1. ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-10 വാക്യങ്ങളിൽ ഹോമയാഗം അർപ്പിക്കേണ്ടത് ഊനമില്ലാത്ത ആണിനെയാണ്. ഇവിടെ ഇബ്താഹ് പെണ്ണിനെ ഹോമയാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? 2. ലേവ്യ 1-2-3 അതോടൊപ്പം തന്നെ 14-ാമത്തെ വാക്യത്തിൽ ഹോമയാഗം അർപ്പിക്കേണ്ടത് മൃഗങ്ങളിൽ നിന്നോ എന്ന് വെച്ചാൽ കന്നുകാലികൾ, ആടുകളിൽ നിന്നോ അല്ലെങ്കിൽ പറവകളിൽ നിന്നോ, പ്രാവ്, കുറുംപ്രാവ് തുടങ്ങിയവയിൽ നിന്ന് ആയിരിക്കണം. അതിന് വിരുദ്ധമായി മനുഷ്യനെ ഹോമയാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? 3. നരബലി യഹോവയായ ദൈവം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇനി പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ലേവ്യ 18-21 നരബലി ദൈവനാമത്തെ അശുദ്ധമാക്കുകയാണ്. മറ്റൊരു വാക്യം ലേവ്യ 20-2-5 വരെയുള്ള വാക്യങ്ങളിൽ നരബലി നടത്തുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആവർത്തനം 12-31 നരബലി യഹോവ വെറുക്കുന്ന മ്ലേച്ഛതയാണ്. ആവർത്തനം 18-10-11 വാക്യങ്ങളിൽ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യുന്നവൻ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ആവർത്തനം 18-12 നരബലി നടത്തുന്നവൻ യഹോവയ്ക്ക് വെറുപ്പാണ്. ലേവ്യ 20-5-3 വാക്യങ്ങൾ നരബലി നടത്തുന്നവരെ ഛേദിച്ച് കളയണം. കൂടാതെ നമ്മൾ ഇരമ്യാവിൻ്റെ പ്രവചനം 19-5 വരുമ്പോൾ നരബലി ദൈവത്തിൻ്റെ മനസ്സിൽ തോന്നാത്ത കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരമ്യാവ് 32-35 നരബലി പാപം ചെയ്യുകയാണ്. ഇത്രയും വാക്യങ്ങളിൽ നരബലിയെ അതിശക്തമായി എതിർക്കുമ്പോൾ ഇബ്താഹ് ഈ വചനത്തിന് എല്ലാം എതിരെ നിന്ന് തൻ്റെ മകളെ കൊണ്ട് ഹോമയാഗമർപ്പിച്ചു എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. അടുത്തത് 4. മക്കളെ മനഃപൂർവ്വം
കൊലപ്പെടുത്തുന്ന അപ്പന് പ്രത്യേക ഇളവോ ഒഴിവോ ഇല്ല. കൊലപാതകന് മരണം തന്നെ ശിക്ഷ. പുറപ്പാട് 21:12, ലേവ്യ 24:17, ആവർത്തനം 24:16, സംഖ്യ 35:16-21 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യ 35:30-31 വാക്യങ്ങൾ. ഇബ്താഹിന് അത് ലഭിച്ചതായി കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഇബ്താഹ് 6 വർഷം ഇസ്രയേലിൽ ന്യായാധിപനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 12:7. അതുകൊണ്ട് ഇബ്താഹ് നരബലി എന്ന മഹാപാപം ചെയ്തിട്ടില്ല എന്ന് ന്യായമായി കരുതാം. അടുത്തത് 5. ഇബ്താഹിൻ്റെ ജീവിതം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ താൻ ഒരു ദൈവഭക്തനാണ് എന്ന് മനസ്സിലാക്കാം. ഒരു 2-3 പോയിന്റുകൾ കൊണ്ട് ആ കാര്യം വ്യക്തമാക്കാം. 1. സമാധാനകാംക്ഷിയാണ്. ന്യായാധിപന്മാർ 11:2, 12, 14 വാക്യങ്ങൾ. 3. യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. ന്യായാധിപന്മാർ 11:11. 3. ഇബ്താഹിന് മേൽ ദൈവാത്മാവ് വന്നു. ന്യായാധിപന്മാർ 11:29. 4. ഇബ്താഹ് മറ്റുള്ളവരുമായുള്ള സംസാരത്തിൽ യഹോവയെ സാക്ഷി നിർത്തുന്നു. ന്യായാധിപന്മാർ 11:10. 5. ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണമാണ്. ന്യായാധിപന്മാർ 11:35. ഇബ്താഹിൻ്റെ വാക്കുകളിൽ, പ്രവർത്തികളിൽ വിശുദ്ധൻ്റെ ലക്ഷണം കാണുമ്പോൾ കൽപ്പനാ വിരുദ്ധമായ ദൈവം വെറുക്കുന്ന നരബലി എന്ന മഹാപാപം ഇബ്താഹ് ചെയ്തു എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. അടുത്തത് 6ാമത്തെ മെയിൻ പോയിൻ്റ്. അമോര്യരെ ഇബ്താഹു കൂട്ടരും ജയിച്ചത് യഹോവയാലാണ്, അഥവാ ദൈവശക്തിയാലാണ്. ന്യായാധിപന്മാർ 11:29, 30, 32, 36, 12:3 എന്നീ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. തുടർന്ന് മകളെ ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം എഫ്രീം ഗോത്രത്തിനെതിരെയും യുദ്ധം ചെയ്ത് ജയിച്ചതായി ന്യായാധിപന്മാർ 12:3, 4 വാക്യങ്ങളിൽ വായിക്കുന്നു. നരബലി എന്ന മഹാപാപം ചെയ്തിട്ടാണ് ഇബ്താഹ് ഈ യുദ്ധത്തിന് ഏർപ്പെട്ടതെങ്കിൽ ഈ യുദ്ധം ജയിക്കുകയില്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ, പ്രത്യേകിച്ച് പഴയ നിയമം നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ 5 തെളിവുകൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്ന് വെച്ചാൽ, പാപം വെച്ചുകൊണ്ട് മറ്റുള്ള രാജ്യമായി യുദ്ധത്തിന് ഒരുമ്പെട്ടാൽ ആ യുദ്ധം വിജയിക്കുകയില്ല എന്നുള്ളതിന് 5 തെളിവുകൾ. 1. യോശുവ 7:1-12 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രയേൽ പാപമുണ്ടായിരുന്നതിനാൽ അവർ ആ നഗരത്തോട് പരാജയപ്പെട്ടു. 2. ആവർത്തനം 28:14, 15, 20, 25 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതിരുന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽപ്പിക്കും. 3. ശൗൽ ദൈവകൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചു. 1 ശമൂവേൽ 13, 14, 15 വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ 15-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ശൗൽ മരിച്ചു. 1 ശമൂവേൽ 31:1-6 വരെയുള്ള വാക്യങ്ങൾ. 4. ആഹാവ് വിഗ്രഹ ആരാധനയും ദൈവവിരോധവും. 1 രാജാക്കന്മാർ 16:30-33 വരെയുള്ള വാക്യങ്ങൾ. ആഹാവ് ദുഷ്ടത ചെയ്തു, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 1 രാജാക്കന്മാർ 22:17, 29-37 വരെയുള്ള വാക്യങ്ങൾ. 5. യോശിയാവ് ദൈവത്തിൻ്റെ നിർദ്ദേശമില്ലാതെ യുദ്ധത്തിന് പോയി, അമ്പേറ്റ് മരിച്ചു. 2 ദിനവൃത്താന്തം 35:20-24 വരെയുള്ള വാക്യങ്ങൾ. 6. സിദക്കിയാവ് ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല, ബാബിലോണിനോട് പരാജയപ്പെട്ടു. 2 രാജാക്കന്മാർ 24:19-20 വാക്യങ്ങൾ. 25:1-7 വരെയുള്ള വാക്യങ്ങൾ. 7. ശിംശോൻ ആത്മീകമായി വീഴ്ച സംഭവിച്ചു. ന്യായാധിപന്മാർ 16:20-21 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല എന്നതിന് 6 പോയിന്റുകൾ ചിന്തിച്ചു. ഇനിയുള്ള 7 മുതൽ 17 വരെയുള്ള പോയിന്റുകൾ ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല എന്നതിന് കുറച്ചും കൂടി ശക്തമായ തെളിവുകളാണ്. 7ാമത്തെ പോയിന്റ്. 7. ന്യായാധിപന്മാർ 11:37-38 വാക്യങ്ങളിൽ ഇബ്താഹിൻ്റെ മകളും തൻ്റെ സഖിമാരും പർവ്വതങ്ങളിൽ ചെന്ന് തൻ്റെ കന്യകാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കാനായി പോയി. മരണത്തെക്കുറിച്ച് വിലാപം കഴിക്കാനല്ല പോയത്. ഇബ്താഹ് തൻ്റെ മകളെ നരബലി നടത്താനാണ് പോകുന്നതെങ്കിൽ കന്യകാത്വത്തെക്കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് മരണത്തെക്കുറിച്ച് വിലപിച്ചാൽ മതി. തെളിവ് ഹിസ്കിയാവ്, യെശയ്യാവ് 38-ാം അധ്യായം. യെശയ്യാ പ്രവാചകൻ നീ മരിക്കുമെന്ന് ഹിസ്കിയാവിനോട് അറിയിച്ചപ്പോൾ ജീവിതം അവസാനിക്കുകയാണ് എന്ന ദുഃഖത്താൽ വിലപിക്കുന്നു. ഇബ്താഹിൻ്റെ മകൾ കന്യകാത്വത്തെക്കുറിച്ച് വിലപിക്കുവാനാണ് പോയത്, മരണത്തെക്കുറിച്ചല്ല. എന്തുകൊണ്ടാണ് കന്യകാത്വത്തെക്കുറിച്ച് വിലപിക്കുവാൻ പോയത്? അവൾക്ക് വിവാഹം കഴിക്കുവാനും
മക്കളെ പ്രസവിക്കുവാനുമുള്ള അവസരം ഇനി ഇല്ല എന്ന ബോധ്യത്താലാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ പഴയ നിയമകാലത്ത് വിവാഹവും വിവാഹത്തെ തുടർന്നുള്ള സന്താന ലഭ്യതയും വലിയ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു സ്ത്രീക്ക് വംശ പരമ്പരയിൽ പങ്കെടുക്കുവാൻ കഴിയാതിരിക്കുക എന്നത് വലിയ ദുഃഖമായി കരുതപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി കഴിയേണ്ടി വരും എന്നതിനാൽ ആണ് അവൾ തൻ്റെ സഖിമാരുമായി കന്യകാത്വത്തെക്കുറിച്ച് വിലപിക്കുവാനായിട്ട് പോയത്. 8 ന്യായാധിപന്മാർ 11:39 അവൾ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് വായിക്കുന്നു. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചെങ്കിൽ ഈ പ്രസ്താവന തെറ്റാകും. കാരണം പുരുഷനെ അറിയുവാൻ അവൾ ജീവിച്ചിരിപ്പില്ലല്ലോ. 9 ന്യായാധിപന്മാർ 11:39 ഇബ്താഹ് നേർന്നിരുന്ന നേർച്ച പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്തത് അവൾ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ കാരണം ദൈവാലയ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ ദൈവാലയ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ച സഹോദരിമാരെ ബൈബിളിൽ കാണാം. പുറപ്പാട് 38:8, ലൂക്കോസ് 2:36-37 വാക്യങ്ങൾ. കൂടാതെ യുദ്ധത്തിന് പിടിച്ച കന്യകമാരെ യഹോവയുടെ ഓഹരിയായി വേർതിരിച്ച സംഭവം സംഖ്യാപുസ്തകം 31 അധ്യായത്തിൽ വായിക്കുന്നു. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചില്ല എന്നതിൻ്റെ 10ാമത്തെ തെളിവ്. ന്യായാധിപന്മാർ 11:39 ഇബ്താഹ് നേർന്നിരുന്ന നേർച്ച പോലെ ചെയ്തു എന്നാണ് വായിക്കുന്നത്. ഇബ്താഹ് നേർന്നിരുന്ന നേർച്ച ചെയ്തു എന്നല്ല, മറിച്ച് നേർച്ച പോലെ ചെയ്തു എന്നാണ് വായിക്കുന്നത്. പോലെ എന്ന പദം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് വെണ്ടയ്ക്ക പോലെയുള്ള അക്ഷരം അല്ലെങ്കിൽ മത്തങ്ങ പോലെയുള്ള തല. അക്ഷരം വെണ്ടയ്ക്കയാണോ, തല മത്തങ്ങയാണോ? അല്ല, അതിനോട് ഉപമിക്കുകയാണ്. ഇനിയും ബൈബിളിൽ പോലെ എന്നതിന് തെളിവുകളുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അതിൻ്റെ തൊട്ടു താഴെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. പെന്തക്കോസ് നാളിൽ കാറ്റുണ്ടായിട്ടില്ല, തീയും ഉണ്ടായിട്ടില്ല, രണ്ടും പോലെ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ന്യായാധിപന്മാർ 11:39 നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇബ്താഹ് നേർച്ച ചെയ്യുന്നത് പോലെ ചെയ്തു എന്നാണ്. പ്രമുഖ എബ്രായ ഭാഷാ പണ്ഡിതനായ ഡേവിഡ് കിംഹി രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയ്ക്കായി ജീവിതകാലം മുഴുവൻ അവൾ സമർപ്പിച്ചു എന്നുള്ളതാണ്. അടുത്തത് 11 ന്യായാധിപന്മാർ 11:40 ആണ്ടുതോറും ഇസ്രയേലിലെ കന്യകമാർ 4 ദിവസം ഇബ്താഹിൻ്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രയേലിൽ ആചാരമായി. യഹൂദ പാരമ്പര്യത്തിലും വിശുദ്ധ ബൈബിളിലും മരിച്ച ഒരാൾക്ക് വേണ്ടി 7 ദിവസം മാത്രമേ വിലാപച്ചടങ്ങ് ഉണ്ടാകുകയുള്ളൂ. ഉൽപ്പത്തി 50:10 യാക്കോബിന് വേണ്ടി, 1 ശമൂവേൽ 31:13 ശൗൽ പുത്രന്മാർക്ക് വേണ്ടി, ഇയ്യോബ് 2:13 ഇയ്യോബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി. മഹാനായ നേതാക്കൾ മരിച്ചാൽ ദേശീയ വിലാപം 30 ദിവസമാണ്. അഹരോൻ്റെയും മോശയുടെയും മരണശേഷം നടത്തിയ വിലാപം അത് വ്യക്തമാക്കുന്നു. സംഖ്യ 20:29 ആവർത്തനം 34:8. ഇബ്താഹിൻ്റെ നരബലി അംഗീകരിച്ചാൽ പോലും വർഷം തോറും നീണ്ടു നിൽക്കുന്ന വിലാപം യഹൂദന്മാരുടെ ഇടയിൽ ഇല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. 12 നരബലി ദൈവനാമത്തെ അശുദ്ധമാക്കുന്നു. നരബലി യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നരബലി മ്ലേച്ഛതയാണ്. നരബലി നടത്തുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. നരബലി പാപമാണ്. ആ പാപം ചെയ്തവനെ ദൈവം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയില്ല. എന്നാൽ എബ്രായലേഖനം 11:32 ഇബ്താഹിനെ ഉൾപ്പെടുത്തിയത് താൻ നരബലി നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. 13 നേർച്ച പാലിക്കുവാൻ എല്ലാ സാഹചര്യത്തിലും ബാധ്യതയില്ല എന്ന് വെച്ചാൽ ഒരാൾ അബദ്ധവശാൽ ദോഷകരമായ നേർച്ച നേർന്നാൽ അത് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം കഴിക്കുവാനുള്ള വ്യവസ്ഥയുണ്ട്. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 4-6 വരെയുള്ള വാക്യങ്ങൾ. കൂടാതെ ലേവ്യ പുസ്തകം 27 നേർച്ചയ്ക്ക് പകരമായി വീണ്ടെടുപ്പാനുള്ള വ്യവസ്ഥ കാണാം. ആയതിനാൽ ന്യായാധിപന്മാർ 11:29 നേർച്ച പോലെ ചെയ്തു എന്നത് ഇബ്താഹ് തൻ്റെ മകളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് ജീവിതകാലം അർപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിത്യകന്യകയായി സമർപ്പിച്ചു. 14
ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗത്തിന് ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ അത് അംഗീകരിക്കുമോ? കാരണം നരബലി യഹോവയ്ക്ക് വെറുപ്പ്, അത് മ്ലേച്ഛതയാണ്. ഇബ്താഹിൻ്റെ കാലത്ത് യാഗം കഴിക്കാനായി കൂടി വന്നത് ഷീലോവിൽ എന്ന സ്ഥലത്തെ സമാഗമന കൂടാരത്തിൽ ആണ്. യോശുവ 18:1, 1 ശമൂവേൽ 1:3. കൂടാതെ വംശാവലിയും കാലക്രമവും അടിസ്ഥാനമാക്കി അന്നത്തെ മഹാപുരോഹിതൻ ഫിനെഹാസ് അല്ലെങ്കിൽ അബിശൂവ ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. ഇബ്താഹിന് കയറി ഹോമയാഗം അർപ്പിക്കുവാൻ പറ്റുകയില്ലല്ലോ, കാരണം താൻ ന്യായാധിപനല്ലേ, പുരോഹിതൻ അല്ലല്ലോ. ഇനി ഇബ്താഹ് തൻ്റെ മകളെ നരബലി നടത്താനായി തീരുമാനിച്ചു എന്ന് കരുതുക. 1. പുരോഹിതൻ അത് അംഗീകരിക്കുമോ? 2. പുരോഹിതനുമായി ബന്ധപ്പെട്ട സഹായി അത് സമ്മതിക്കുമോ? 3. ഇസ്രായേൽ ജനം അത് അംഗീകരിക്കുമോ? 4. ഇബ്താഹിൻ്റെ മകൾ അത് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല, കാരണം ന്യായപ്രമാണം അതിന് എതിരാണ്. ആയതിനാൽ ഇബ്താഹ് തൻ്റെ മകളെ ജീവ അവസാനം വരെ ദൈവാലയ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു എന്ന് മനസ്സിലാക്കാം. 15. ന്യായാധിപന്മാർ 11:31 യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കും എന്നതിൻ്റെ എബ്രായ പദം അല എന്നാണ്. അതിന് കൊല്ലുക എന്ന അർത്ഥമില്ല, സമർപ്പിച്ചു എന്ന അർത്ഥം കാണുന്നുണ്ട്. തെളിവ് 1 ശമൂവേൽ 1:28 ശമൂവേൽ ബാലനെ കർത്താവിനായി സമർപ്പിച്ചു. അതുപോലെ ഇബ്താഹും തൻ്റെ മകളെ ദൈവത്തിനായി സമർപ്പിച്ചു. ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ 16ാമത്തെ തെളിവ് ന്യായാധിപന്മാർ 11:31 യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കും. ന്യായാധിപന്മാർ 11:39 അവൻ നേർച്ച നേർന്നതുപോലെ ചെയ്തു. ഈ വാക്യങ്ങൾ മാത്രം മുറുകെ പിടിച്ച് ഇബ്താഹ് തൻ്റെ മകളെ ഹോമയാഗം അർപ്പിച്ചു എന്ന് വാദിച്ചാൽ എബ്രായലേഖനം 11:18-19 വാക്യങ്ങൾ, യാക്കോബ് 2:21 അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ മോറിയാമലയിൽ നരബലി അർപ്പിച്ചു എന്ന് വിശ്വസിക്കേണ്ടി വരും. 17. ഈ സംഭവത്തിന് ശേഷം ഇബ്താഹ് ജീവിച്ചിരുന്നത് 6 വർഷമാണ്. ന്യായാധിപന്മാർ 12:7 എന്നാൽ ഇബ്താഹിന് ശേഷവും തൻ്റെ മകൾ ജീവിച്ചിരുന്നു. തെളിവ് ന്യായാധിപന്മാർ 11:40. അവിടെ നമ്മൾ വായിക്കുന്നത്, പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായിരുന്നു. ഈ വാക്യത്തിൽ ഇബ്താഹിൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നു എന്ന സൂചന കാണാം. ചില പുരാതന വിവർത്തനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: വർഷം തോറും ഇസ്രായേൽ പുത്രിമാർ ഗിലെയാദ്യനായ ഇബ്താഹിൻ്റെ മകളുടെ അടുക്കൽ പ്രശംസ ചെയ്യുവാൻ വർഷത്തിൽ 4 ദിവസം പോകുമായിരുന്നു. ഈ വാക്യത്തിൽ പ്രശംസിപ്പാൻ അഥവാ കീർത്തിപ്പാൻ എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം ലത്തനോത്ത് എന്ന വാക്കാണ്. അതിനർത്ഥം ലത്തനോത്ത് മീൻ LETANNET. ലത്തനോത്ത് എന്ന വാക്ക് അതിനർത്ഥം സ്തുതിക്കുക, കീർത്തിക്കുക, പ്രശംസിക്കുക, സന്ദർശിക്കുക, ഓർമ്മിക്കുക എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിലെ കന്യകമാർ വർഷം തോറും ജീവിച്ചിരിക്കുന്ന ഇബ്താഹിൻ്റെ മകളെ സന്ദർശിക്കാനാണ് പോയത്. ഇതനുസരിച്ച് അവൾ കൊല്ലപ്പെട്ടിട്ടില്ല. ദൈവത്തിനായി ആ ജീവിതാന്തം ബ്രഹ്മചര്യമായി അനുഷ്ഠിച്ചു. ആണ്ടിലൊരിക്കൽ 4 ദിവസം ഇബ്താഹിൻ്റെ മകളുടെ അടുക്കൽ പോകുന്നത് പോലെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി ചെറുപ്പം മുതൽ നിയോഗിക്കപ്പെട്ട ശമൂവേൽ ബാലനെ കാണുവാൻ തൻ്റെ മാതാവായ ഹന്ന ആണ്ടിലൊരിക്കൽ പോകുക പതിവാണ്. 1 ശമൂവേൽ 2:18-19 വാക്യങ്ങൾ. അടുത്തത് 18. ഇബ്താഹിൻ്റെ മകളെ ഹോമയാഗമായി കൊന്നില്ല, പകരം കന്യകയായി ജീവാവസാനം വരെ ദൈവാലയ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. മഹാഭൂരിപക്ഷം ക്രൈസ്തവ പണ്ഡിതന്മാരും ബൈബിൾ വ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്നത് ഈ കാര്യമാണ്. അവരിൽ ചിലർ: 1. ആഡം ക്ലർക്ക്, 2. മാത്യു ഹെൻറി, 3. ജോൺ കാൽവിൻ, 4. യഹൂദ റവിമാർ, 5. കേംബ്രിഡ്ജ് പണ്ഡിതനായ ഗോർഡൻ വെനാം, 6. വില്യം മാക്ഡൊണാൾഡ്, 7. ജി സുശീലൻ. അടുത്തത് 19ാമത്തെ പോയിൻ്റ്, ഇബ്താഹ് തൻ്റെ മകളെ നരബലി നടത്തിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കമൻട്രികൾ: 1. കത്തോലിക്ക പുതിയ യെരുശലേം ബൈബിൾ കമൻട്രി, 2. ബിലിവേഴ്സ് ബൈബിൾ കമൻട്രി, 3. ബൈബിൾ ശബ്ദസാഗരം, 4. പ്രീമിയർ സ്റ്റഡി ബൈബിൾ. ലാസ്റ്റ് പോയിൻ്റ് 20ാമത്തത്, ഹോമയാഗത്തിൻ്റെ വ്യവസ്ഥ. 1. ഊനമുണ്ടാകാൻ പാടില്ല. ഈ 20ാമത്തെ പോയിൻ്റ് ഹോമയാഗത്തിൻ്റെ വ്യവസ്ഥ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 1. ഊനമുണ്ടാകാൻ പാടില്ല. 2. ആണിനെ യാഗമർപ്പിക്കാവൂ. 3. യാഗമർപ്പിക്കേണ്ട വ്യക്തി യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം.
4 യാഗം അർപ്പിക്കേണ്ട വ്യക്തി തന്നെ ആ യാഗമൃഗത്തെ അറക്കണം. 5 യാഗമൃഗത്തിൻ്റെ തൊലി ഉരിയണം. 6 ശരീരം ഖണ്ഡമായി മുറിക്കണം. 7 യാഗപീഠത്തിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കണം. ഇങ്ങനെ ഭക്തനായ ഇബ്താഹ് തൻ്റെ ഏകമകളെ നരബലി അർപ്പിച്ചു എന്ന് വിശ്വസിക്കുക എനിക്ക് അസാധ്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി ഇബ്താഹ് തൻ്റെ മകളെ നരബലി അർപ്പിച്ചു അല്ലെങ്കിൽ ഹോമയാഗം കഴിച്ചു എന്നതിന് വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ ആരുടെയും പക്കലുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാവുന്നതുമാണ്. കൂടുതൽ ഈ വിഷയം നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ഇതിനെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9020073878. താങ്ക് യു സോ മച്ച്.